അപ്പോൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ അതൊക്കെ ഓർഗനൈസേഷനുകളിൽ നമ്മൾ സംസാരിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളെ പറ്റിയാണ് കൂടുതൽ. അപ്പം പല സമയത്തും പല തരത്തിലുള്ള ആളുകളാണ് വേണ്ടത്. പല ഘട്ടത്തിലും ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പല വളർച്ചയുടെ പല ഘട്ടത്തിലും പല സെറ്റ് ഓഫ് ആളുകളാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മളിപ്പം പല കമ്പനികളും നമ്മൾ നോക്കിക്കാണും ഒരേ കൈൻഡ് ഓഫ് ആളുകൾ തന്നെയായിരിക്കും കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അഭിമാനത്തോടെ നമ്മൾ പറയുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ആൾ 20 വർഷമായി 30 വർഷമായിട്ട് ആ ടീം അതുപോലെ തന്നെ പോകുന്നുണ്ടെന്ന്. പലപ്പോഴും ആ ടീമിൽ പലപ്പോഴും റീവാമ്പ് ആവശ്യമുണ്ടായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊമോട്ടറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൗണ്ടേഴ്സ് ആയിരുന്ന ആളുകൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് കമ്പനി സ്ക്രാച്ച് ലെവലാണ്, കമ്പനിക്ക് അതൊന്നുമില്ല, പൈസ പോലും ഉണ്ടാവില്ല, ഒരു വിൽപ്പ പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമ്മളെ കൂടെ നമുക്ക് വേണ്ടത് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ലോയാലിറ്റി ഉള്ള കമ്മിറ്റഡ് ആയുള്ള ആളുകളാണ്, അല്ലേ? അവിടെ സ്കില്ലിനേക്കാളും എക്സ്പീരിയൻസിനേക്കാളും പ്രാധാന്യം കമ്മിറ്റ്മെൻറ്റും ലോയാലിറ്റിക്കാണ്. കാരണം നമുക്ക് അവരുടെ അടുത്ത് ഓഫർ ചെയ്യാൻ വേറെ ഒന്നുമില്ല, അവർ നമ്മളോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ലോയാലിറ്റി, കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ബിസിനസ് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഒന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടത് മൾട്ടി സ്കില്ലായ ആളുകളാണ്. കാരണം അവിടെ ലോയാലിറ്റിനേക്കാളും അപ്പുറത്ത് നമുക്ക് സ്കില്ലിന് റിലയൻസ് വന്നു. പക്ഷേ സ്കില്ല് എന്ന് പറഞ്ഞാൽ പല സ്കില്ലുകൾ വേണം. അപ്പം ഉദാഹരണത്തിന് നമുക്കൊരു സെയിൽസ് പേഴ്സൺ ഉണ്ടെന്ന് വിചാരിക്കാം. ആ സെയിൽസ് പേഴ്സൺ തന്നെ ആയിരിക്കും ചിലപ്പം നമുക്ക് ഇൻവെന്ററി മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കും വേറെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റോള് മൾട്ടി സ്കില്ലുള്ള ആളുകളായിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്. ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നു. അടുത്ത ഘട്ടം എത്തുമ്പോൾ നമുക്ക് വേണ്ടത് സ്പെഷ്യലിസ്റ്റുകളാണ്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിനകത്ത് എക്സ്പേർട്ടായ ആളുകൾ വേണം, ഫിനാൻസിനകത്ത് എക്സ്പേർട്ടായ ആളുകൾ വേണം, സെയിൽസിനകത്ത് എക്സ്പേർട്ടായ ആളുകൾ വേണം, മാർക്കറ്റിങ്ങിനകത്ത് എക്സ്പേർട്ടായ ആളുകൾ വേണം. നേരെ മറിച്ചിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ നിൽക്കുമ്പം നമ്മൾ കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ നല്ല ടീമാവില്ല. മൂന്നാമത്തെ ഘട്ടത്തിൽ നിൽക്കുമ്പം മൾട്ടി സ്കില്ല് മാത്രമാണ്, സ്പെഷ്യലൈസേഷൻ ഇല്ല എങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഓർഗനൈസേഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കി ആ ഘട്ടത്തിനനുസരിച്ചുള്ള ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. എൻ്റെ ഓർഗനൈസേഷൻ ഈ ലെവലിലാണ്, അപ്പോൾ ഞാനിപ്പം എനിക്കിപ്പോൾ ഒരു എക്സ്പെർട്ട് ആളുകൾ വേണ്ട ഘട്ടമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അവിടെ നല്ല ആളുകളെ, നല്ല സ്കിൽ സെറ്റുള്ള ആളുകളെ തന്നെ ഹയർ ചെയ്ത്, സ്പെഷ്യലിസ്റ്റുള്ള ആളുകളെ തന്നെ ഹയർ ചെയ്തിട്ട് ആ ടീം സെറ്റ് ചെയ്യാൻ പറ്റണം.